ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിലുള്ള നല്ല മൊരിഞ്ഞ ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അതായത് പുതിയതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ, ഈ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ഈ ചെറിയ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെയും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളിവട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഉള്ളിവട ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് സവാളയാണ്. അപ്പോൾ മീഡിയം സൈസിലുള്ള 3 സവാളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ തിൻ സ്ലൈസസ് ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഉള്ളിവടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സവാള കട്ട് ചെയ്യുമ്പോൾ നല്ല കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് നോക്കുക. കനം കൂടിക്കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ അത്ര നന്നാവില്ല. ഇനി ആദ്യം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളിവടയിലൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഈ പച്ചമുളകിൻ്റെ എണ്ണം നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ മുളക് പൊടി തന്നെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകപ്പൊടി, ഗരം മസാല അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേർക്കണുള്ളൂ. ഇനി ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഈ സവാള നന്നായിട്ട് സോഫ്റ്റായി വരണം. അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മുളക് പൊടി, പിന്നെ കായത്തിൻ്റെ പൊടി എല്ലാം കൂടിയിട്ട് സവാളയിൽ നന്നായിട്ട് മിക്സായി വരണം. ഇതിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ സവാളയിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ അതുവരെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ സവാള നമ്മൾ നന്നായിട്ട് ഇതുപോലെ തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് കടലമാവ് ചേർക്കാം. പിന്നെ ഉള്ളിവടയ്ക്ക് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മളിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ സവാളയാണ് കൂടുതലായിട്ട് വേണ്ടത്. ഈ പൊടികളേക്കാളും കൂടുതലായിട്ട് ഇതിൽ സവാളയാണ് വേണ്ടത്. പൊടികൾ കൂടുതലായി കഴിഞ്ഞാൽ ഉള്ളിവട അത്ര നന്നാവില്ല. നമ്മളത് കഴിക്കുന്ന സമയത്ത് സവാളയാണ് നമുക്ക് കൂടുതലായിട്ട് കടിക്കാനായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മളത് മിക്സ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മിക്സ് ചെയ്തെടുക്കാനുള്ള വെള്ളം ഈ സവാളയിൽ നിന്ന് തന്നെ വരും. ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതിൽ സവാളയിൽ നിന്ന് വീണ്ടും വെള്ളം ഇറങ്ങി വന്നിട്ട് ഇത് ലൂസായി പോവും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് വറുത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി ഉള്ളിവട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക. എണ്ണ നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ എടുക്കാം. ഇതിനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് മുൻപായിട്ട് ഉള്ളിവട നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയതിന് ശേഷം കുറച്ചായിട്ട് എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിത് ബോൾസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ പക്കോടയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ചായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയുടെ ചൂട് നന്നായിട്ട് ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിമിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സവാളയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതിൻ്റെ ഉൾഭാഗം അങ്ങനെ നന്നായിട്ട് കുക്കായി വരില്ല. എന്നിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് ഉള്ളിവടയുടെ ഉൾഭാഗം നന്നായിട്ട് കുക്കായി വരുള്ളൂ. പിന്നെ ഇത് വറുത്തെടുക്കാൻ അത്യാവശ്യം എണ്ണ വേണം. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഉള്ളിവട എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആയിട്ട് നന്നായി മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ അത്യാവശ്യം എണ്ണ വേണം. ഒരു സൈഡ് അത്യാവശ്യം കളറൊക്കെ മാറി വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലൊരു കളറായാലും എണ്ണയിൽ നിന്ന് എടുക്കാം. പിന്നെ അത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വയ്ക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സാധാരണ പക്കോടയൊക്കെ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കുറച്ചായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല മൊരിഞ്ഞ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഉള്ളിവടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
എന്തായാലും ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലെ നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്